ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 109ാമത്തെ ഭാഗമാണ്. ശ്രദ്ധാത്രയ വിഭാഗ യോഗം തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിന്റെ 20ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത്. അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ദാനത്തെ പറ്റി. അതായത് ഭഗവാൻ ഓരോ വിശ്വാസം, ശ്രദ്ധ 3 ഭാഗങ്ങളില് 3 തരത്തിലുണ്ട്. അതിൽ തന്നെയും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുണ്ടെന്ന് പറഞ്ഞ് ഓരോന്നിനെ എടുത്തിട്ട് പറയുകയാണ്. അപ്പൊ അതിനിപ്പം ദാനത്തിലാണ് എത്തി നിൽക്കുന്നത്. ദാനം 3 തരത്തിലുണ്ട്. അതെങ്ങനെയാണ് സത്വഗുണവും രജോ ഗുണവും ഇതുമായിട്ട് മാറിപ്പോണമെന്ന് ഭഗവാൻ പറയുന്നു. അതിന് 20ാമത്തെ ശ്ലോകം. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപാകാരിണേ ദേശേ കാലേ ചാത്രേ ച ദാനം സാത്വികം സ്മൃതം. യദ്ദാനം സാത്വികം സ്മൃതം. അതായത് ദാനം വലിയൊരു പുണ്യകർമ്മമാണ്. എല്ലാ ദാനങ്ങളും, കന്യാദാനം, അന്നദാനം, ധനദാനം, ഭൂദാനം, അങ്ങനെ നാനാതരത്തിലുള്ള ദാനങ്ങളുണ്ട്. അപ്പൊ ആ ദാനം വലിയൊരു പുണ്യകർമ്മമാണ്. പക്ഷെ പുണ്യകർമ്മങ്ങളുടെ എല്ലാം പ്രതിനിധി എന്ന മട്ടിലാണ് ഇവിടെ ദാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദാനം പോലും നമ്മുടെ ശ്രദ്ധാഭേദം കൊണ്ട്, അതായത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കൊടുക്കുന്ന രീതി കൊണ്ട് അത് പാപമായി തീരാനും പറ്റും വേണമെങ്കിൽ. ദാനം പോലും എപ്പോഴും പുണ്യമായിക്കൊള്ളണമെന്നില്ല. തെറ്റായ ദാനം ചെയ്താൽ അത് പാപവുമാകും എന്നാണ് പറയുന്നത്. സാത്വിക ശ്രദ്ധയാണ് ദാനത്തെ പുണ്യകർമ്മമാക്കി തീർക്കുന്നത്. ഒന്നാമതായി ദാനം ചിത്തശുദ്ധിക്ക് വേണ്ടി അവശ്യം അനുഷ്ഠിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്. അതില് നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വാർത്ഥത ഒരുപാട് കുറയും. നമ്മളിപ്പം ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും വസ്ത്രം കൊടുക്കുകയാണെങ്കിലും നമുക്കുള്ളതിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ചിത്തശുദ്ധി വർദ്ധിപ്പിക്കും. നമുക്കത് കൊടുക്കുമ്പോൾ ആ ദാനം എന്നുള്ളത് നമ്മളെ ത്യാഗശീലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ചിത്തശുദ്ധി ഉണ്ടാവുന്നത്. അപ്പം ചിത്തത്തിന്റെ ലോഭാദി കളങ്കങ്ങൾ അകന്നു കിട്ടാൻ, അതായത് എനിക്ക് തന്നെ എല്ലാം വേണം, 10 സാരി 20 സാരി എന്നൊക്കെ പറഞ്ഞു കൂട്ടി വിട്ടിക്കുക. അതിന് ഒരെണ്ണം പോലും ആർക്കും കൊടുക്കില്ല എന്ന് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലോഭ പ്രകൃതിയാണ് കാണിക്കുന്നത്. കൂടുതൽ ആർജിച്ച് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെയാണെങ്കിൽ അതില് പുണ്യം വരുന്നില്ല. ആ പാപത്തിന് അതില് പുണ്യമില്ല. ദാനം ചെയ്യാത്ത ഒരു കർമ്മത്തിൽ പുണ്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ സമൂഹ ജീവിയാണ്. നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, നമ്മൾക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒരുപാട് ഉപകാരങ്ങൾ. മനുഷ്യൻ സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ജനിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ മരിക്കുമ്പോഴും നമുക്ക് സമൂഹത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു അംശം തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്ന സഹജീവികൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് നാം മാറ്റിവെക്കേണ്ടതാണ്. ഒപ്പം ദാനം നൽകുമ്പോൾ ദാനം സ്വീകരിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിച്ചുകൂടാ. നിനക്ക് ഞാൻ അങ്ങനെ ചെയ്തു തന്നില്ലേ, അത് തന്നില്ലേ, അതുകൊണ്ട് നീ എനിക്കും തരണം, അങ്ങനെ ഒരു ഭാവം നമുക്ക് പാടില്ല. ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മറക്കുക. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു ഈശ്വരാരാധന പോലെ അന്യനിലെ ഈശ്വരനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനാണ് ദാനം ചെയ്യുന്നുള്ള ഭാവത്തിൽ വേണം നമ്മൾ ദാനം ചെയ്യുവാൻ. പ്രത്യുപകാരം ആശിച്ചാൽ അവർ പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും, ഇല്ലേ? അപ്പം ആ പ്രത്യുപകാരം വേണം എന്നുള്ള ആഗ്രഹം, ആ മോഹം നമ്മളുടെ ചിത്തത്തെ അശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ചിത്തത്തിന് അപ്പൊ ശുദ്ധി എങ്ങനെ നഷ്ടപ്പെടുക? നമുക്ക് ആകാംക്ഷ ഉണ്ടാവും, തരൂലേ എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് ഇഷ്ടക്കേടായി മാറും. അങ്ങനെ പലതരത്തിലുള്ള പ്രതികൂലമായ ഭാവങ്ങൾ നമ്മൾ ഉണ്ടാവും, നമ്മൾ പ്രത്യുപകാരം പ്രതീക്ഷിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ്
പ്രത്യുപകാരം പ്രതീക്ഷിച്ചാൽ ദാനം ചെയ്തിട്ട് അത് നമ്മുടെ ചിത്തത്തെ അശുദ്ധമാക്കുമെന്ന് പറയുന്നത്. കാലാന്തരത്തില് പിന്നെ പ്രത്യുപകാരം ചെയ്യാത്തവരോട് നമുക്ക് ദേഷ്യവുമാവും. അപ്പൊ ആ ദാനം ചെയ്തതിന്റെ സർവ്വഫലവും നമുക്ക് അവിടെ തീരുകയാണ്. അതുപോലെ തന്നെ ഏത് സ്ഥലത്ത് വെച്ച്, കാലം, സ്ഥലം, സമയം എല്ലാം പ്രധാനമാണ്. ആർക്ക് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം നമ്മുടെ ഒരു ചൊല്ലുണ്ട്. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം. പാത്രമറിഞ്ഞ് ദാനം ചെയ്തില്ലെങ്കിൽ ആ ദാനം നിഷ്ഫലമായി പോകും. കാരണം അത് ചിലപ്പോൾ നാശത്തിനും കാരണമാവും. മനസ്സിലായില്ലേ? അപ്പൊ ഏത് സ്ഥലത്ത് വെച്ച് ആൾക്ക് എപ്പോൾ കൊടുക്കുന്നു എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ദാനം വ്യക്തിക്കും സമൂഹത്തിനും ദോഷം ചെയ്യും. ദൃഷ്ടാന്തമായി മദ്യശാലയിൽ വെച്ച ഒരാൾക്ക്, ഒരു മദ്യപാനിക്ക് ധാരാളം ദാനം കൊടുക്കുകയാണെങ്കിൽ അയാൾക്കും അയാളുടെ സമൂഹത്തിനും നമ്മൾ നാശം വരുത്തുവാനുള്ള സഹായം ദാനമാണ് ചെയ്തത്. അതേ വ്യക്തി തന്നെ വേറൊരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് ദാനം ചെയ്യുമ്പോൾ നമുക്ക് ആ പാപം നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ചീത്ത സ്വഭാവം വർദ്ധിപ്പിക്കുവാനുള്ള ദാനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ആ വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും നമ്മൾ ദോഷമാണ് ചെയ്യുന്നത്. അപ്പം ദാനം സാത്വികമാവണമെന്നുണ്ടെങ്കിൽ, ഒരു പുണ്യകർമ്മമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈശ്വര ബുദ്ധിയോടെ ചെയ്യണം. നമ്മൾ ദാനം ചെയ്യുമ്പം ശ്രേഷ്ഠമായിട്ട്, വിശാലമായിട്ട്, വിനയത്തോടുകൂടി ഈശ്വരനാണ് സമർപ്പിക്കുന്നെന്നുള്ള ഭാവത്തോടുകൂടി, അതാണ് ഈശ്വര ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതൊരു സത്യ ദാനമായിട്ട് മാറുള്ളൂ. ദാനം കൊടുക്കുന്ന കൈകൾ എപ്പോഴും മുകളിലാണ്, ദാനം സ്വീകരിക്കുന്ന കൈ എപ്പോഴും താഴെയാണ്. അപ്പൊ ആ മുകളിലിരിക്കുന്ന കൈയുടെ ആ ഒരു അഹംഭാവം, ഓ ഞാൻ ദാനം ചെയ്യാണ് എന്നുള്ള ഒരു അഹംഭാവം നമുക്ക് വരാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? വിവേകാനന്ദ സ്വാമി പറയും, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു അവസരം കിട്ടുമ്പം, ഒരാൾക്കൊരു സഹായം ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ഒരു അവസരമായിട്ട് കാണണം എന്നാണ് വിവേകാനന്ദ സ്വാമി ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. കിട്ടിയാൽ അത് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സേവനം ചെയ്യാന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു ദാന പ്രക്രിയ തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ ഭഗവാൻ നൽകുന്ന അവസരങ്ങളാണ്. എല്ലാവർക്കും സത്യസായി ബാബ തന്നെ പറയും, നിങ്ങൾ ഇവിടെ ഒന്ന് സേവനം ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. പിന്നെ ഞാൻ എന്തിനാണ് സേവാദൾ വേണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷം തരാൻ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ ജോലി ചെയ്യുന്ന സമയത്ത്, സേവനം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാവും, നിങ്ങളുടെ മനസ്സിൽ ശാന്തി ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാവില്ല, നിങ്ങൾ സന്തുഷ്ടരായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കും. അങ്ങനെ നിങ്ങൾ ഒരു റീചാർജ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസരം, സേവനത്തിനുള്ള അവസരം തന്നിരിക്കുന്നതെന്ന് ഭഗവാൻ പറയാറുണ്ട് എപ്പോഴും. അപ്പൊ അതിനെയാണ് നമ്മൾ സത്യ ദാനം എന്ന് പറയുന്നത്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടുകൂടി ഈശ്വരനാണ് നൽകുന്നതെന്നുള്ള ഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് സത്യദാനമായിട്ട് മാറുന്നത്. ഈ രാജസദാനം എന്താണ്? പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. പ്രത്യുപകാരാർത്ഥം ദാനം കൊടുക്കുന്ന, നമ്മളൊരാൾക്ക് ദാനം കൊടുത്താൽ നമ്മിൽ നിന്നും ദാനം വാങ്ങിയ ആള് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചതുപോലെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദാനം കൊടുക്കുന്നത്. പുനഃഫലം ഉദ്ദിശ്യവ, അതായത് ഫലം കിട്ടണം, ലൗകിക ഫലങ്ങളെല്ലാം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ കൊതിച്ചുകൊണ്ടാണ് ദാനം ചെയ്യുന്നത്. പരിക്ലിഷ്ടം ച, മനസ്സ് സന്തോഷമില്ലാതെയാണ് കൊടുക്കുന്നത്. ദാനം ചെയ്യുന്നതിന് ഒരു സന്തോഷമില്ല, പക്ഷെ എല്ലാവരെയും കാണിക്കാനും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുവാണ്, പക്ഷെ അതിൽ സന്തോഷമില്ല. അങ്ങനെ പരിക്ലിഷ്ടം, അങ്ങനെ മനസ്സ് സന്തോഷമില്ലാതെ ചെയ്യുന്ന ദാനത്തിനൊരു വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ദീയതേ, അതെന്നാണോ നൽകപ്പെടുന്നത്, ആ ദാനം സ്മൃതം രാജസം, രാജസം എന്ന് അറിയപ്പെടുന്നു. ദാനം തദ്ദാനം രാജസം സ്മൃതം. പ്രത്യുപകാരം കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം തന്നെ രാജസമാണ്. ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുക്കൽ, പാർട്ടികൾക്കും മറ്റും സംഭാവന നൽകൽ, ഇതൊക്കെ ഇത്തരം ദാനമാണ്. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ നമുക്ക് ടി ടി ആറിന് കൈക്കൂലി കൊടുത്ത് എത്ര പേരാണ് സീറ്റ് വാങ്ങുന്നത് അല്ലേ? എത്രയോ പേരാണ് അങ്ങനെ പിന്നെ രാത്രി കിടക്കാൻ. ഞാൻ ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്, പ്രത്യക്ഷമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ ദോഷമാണ് കൈക്കൂലി കൊടുക്കുന്നതും. നമുക്ക് കുറച്ചൊരു അസ്വസ്ഥത സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്ത് ആ സുഖം വാങ്ങുകയാണ്. അപ്പൊ ആ ദാനം വളരെ രാജസമാണ്.
ഇങ്ങോട്ട് പല ലൗകിക ഫലങ്ങളും കൊതിച്ചുകൊണ്ട് സമ്മാനങ്ങളും മറ്റും കൈമാറുന്നത് തിരിച്ച് നമുക്കും പലതും കിട്ടും എന്ന ചിന്തയോ. അതാണ് സ്വാമി പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സമ്മാനവും നിങ്ങൾ എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ സ്നേഹമാണെങ്കിലും സമ്മാനങ്ങൾ പുട്ടപത്തിൽ സമ്മാനം തരിക എന്നൊരു പരിപാടിയേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് സമ്മാനങ്ങളൊന്നും കൊണ്ടുവരരുതേ. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മൊട്ടുസൂചി പോലും നിങ്ങൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കുക, വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ഈ ഒരു ജന്മം എടുക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ആരെങ്കിലും എനിക്ക് സമ്മാനം തന്നാൽ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും നിങ്ങൾക്ക്. എനിക്കപ്പോ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണത്. കാരണം പിന്നെ അത് അത് നമുക്ക് കൊടുത്താൽ അതൊരു കടമായിട്ട് കിടക്കും. ആ കടം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, ഓരോ കർമ്മവും കടമായി മാറും. അപ്പൊ കടം ആയാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഭാവിയിലെ ജീവിതത്തിലേക്കുള്ള ഒരു വാസന ആയിട്ട് ബാങ്ക് ബാലൻസ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് പറയുന്നത്. അപ്പൊ ഈ സമ്മാനങ്ങൾ കൈമാറുന്നത്, അതുപോലെ തന്നെ ഈ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ നിർബന്ധിതരാവുകയാണ്. എല്ലാവരും കൊടുക്കുന്നു, നമ്മൾ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ദാനം രാജസമാണ്, അതിൽ സന്തോഷമില്ല, മനസന്തോഷമില്ല. സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന ദാനം മാത്രമേ, ക്ലേശിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം. ചിലർക്ക് എല്ലാവരുടെ ഒപ്പം നിൽക്കണം, അവർക്ക് പണം ഉണ്ടാവില്ല, അവർക്ക് അതിനുള്ള പരിതസ്ഥിതി ഉണ്ടാവില്ല, പക്ഷെ നാലാൾക്കൊപ്പം നിൽക്കണ്ടേ. അതുകൊണ്ട് ഒരു പൊതി കൊണ്ട് ഒരു കയ്യിലൊരു പൊതി ഇല്ലാതെ ഒരു കല്യാണത്തിനോ ഒരു ഗൃഹപ്രവേശനോ പോകാൻ പറ്റില്ല എന്നൊരു സാമൂഹ്യ സ്ഥിതി നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അത് വളരെ മോശമാണ്. കാരണം കൊടുക്കാൻ ആവശ്യമില്ല, വസ്തുതയിൽ വാങ്ങുന്നവർക്ക് അതൊന്നും ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ, എനിക്കറിയാം, നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് തുറക്കാതെ വെച്ച പെട്ടികൾ എത്ര എണ്ണമാണ് അറിയോ. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് അങ്ങനെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അവരെന്താ ചെയ്യാറ്, ആ പെട്ടി തുറന്നു പോലും നോക്കാതെ അത് തന്നെ കൊണ്ട് വേറൊരു കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ വെച്ചിട്ടുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് കിട്ടിയ സമ്മാനം അവിടെ തന്നെ തുറക്കാതെ വെച്ചിട്ട് അത് വേറെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഒരേ തരത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാവരും വാങ്ങിച്ചിട്ട് വരിക. കാരണം ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ള ഒരു തമാശക്ക് പറയാറുണ്ട്. ഒരാള് രണ്ട് ഫ്രണ്ട്സ്, അവർ രണ്ടുപേരും കൂടി ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പം ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പൊതിയേ ഉള്ളൂ. അപ്പൊ മറ്റേ ആളുടെ കയ്യിലാണെങ്കിൽ വലിയ പൊതിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും, അത്ര ഭംഗിയായിട്ട് പാക്ക് ചെയ്താണ് കൊണ്ടുപോകണം. അപ്പൊ അയാൾ പറഞ്ഞു, ഈ വലിയ പൊതി പാക്ക് കൊണ്ടുപോകണം. അയ്യോ, ഇത്ര ചെറിയ പൊതി കൊണ്ടുപോയ എങ്ങനെയാണ്, ആരും നോട്ടീസ് ചെയ്യില്ലല്ലോ, ആരും കാണില്ല. ഇത്ര രാജസമായ പ്രകൃതം, ഈവൻ താമസമായ പ്രകൃതമാണത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നല്ലൊരു വലിയ പൊതിയായിട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്ന് നോക്കിയപ്പോ ഈ ചെറിയ പൊതിയിലുള്ളത് ഒരു സ്വർണ്ണ മോതിരവും, വലിയ പൊതിയിലുള്ളത് വലിയ അലുമിനിയം കലം. വലിയ അലുമിനിയം കലമാണ് അതിലുള്ളത്. അതിന്റെ വാല്യൂ നോക്കൂ. അപ്പൊ നമ്മള് ഈ തെറ്റായ ആചാരങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാകുകയാണ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ. ഈ ദാനം അതിലുള്ള, ഈ സമ്മാനം കൊടുക്കൽ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ചില കല്യാണങ്ങൾക്കൊക്കെ സത്യമായിട്ടും പിന്നെ അവരെഴുതും, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം, നിങ്ങളുടെ അനുഗ്രഹം മാത്രം കൊണ്ടുവന്നാൽ മതി സമ്മാനമായിട്ട്, പിന്നെ കുട്ടികൾക്ക് വേറെ സമ്മാനം കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും പാലിക്കണം. നമ്മൾ അവിടെ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളല്ലേ, രണ്ടുപേരും ഐ ടിയിൽ എഞ്ചിനീയറും മാസം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരായിരിക്കും. അവർക്ക് എന്തിനാ നമ്മൾ കൊടുക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും അല്ലെങ്കിൽ ക്യൂറിയോസും ഒക്കെ അവർക്ക് എന്തിനാ? ചിലപ്പോൾ അവർ അമേരിക്കയിൽ പോണവരായിരിക്കും, ഇതൊരു സാധനം അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതുന്ന കല്യാണങ്ങളിൽ ദയവായിട്ട് നമ്മൾ കൊടുക്കണ്ട. നമ്മുടെ സന്തോഷവും നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രസൻസും മതി അവർക്ക്. അതിലാണ് അവർക്ക് സന്തോഷം. അപ്പൊ അത് മതി. നമ്മളത് ശരിക്ക് ലിറ്ററൽ ആയിട്ട് തന്നെ, വാക്യാർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് അവരുടെ ആ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപേക്ഷ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അതിന് മടി വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റുന്നറിയാമോ, നമ്മൾ ഈ ഹാബിറ്റ് ആയിപ്പോയി. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൊതികൾ കൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ പൊതികൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഹാബിറ്റ് വന്നു പോയതുകൊണ്ട്, ഹാബിറ്റ് ഡൈസ് ഹാർഡ് അല്ലേ, എല്ലാ ഹാബിറ്റും
പോവാൻ പ്രയാസമാണ്. അപ്പൊ നമുക്കത് ഇല്ലാതെ പോയാൽ അയ്യോ അവരങ്ങനെയൊക്കെ എഴുതും, പക്ഷെ നമ്മൾ കൊടുക്കാനുള്ള നമ്മൾ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ക്ലേശിച്ചു നൽകുന്ന ദാനം അത് പിന്നെ കൊടുത്തു തലയ്ക്ക് എന്തായാലും വിളിച്ചില്ലേ എന്നും പൊക്കളെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പം മനസ്സിന് ഇഷ്ടമില്ലാതെ കൊടുക്കുന്ന ആ ദാനത്തിന് ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും അതൊരു ശാപം പോലെയാണ്. അത് നന്നല്ല, അത് രാജസമാണ്. അപ്പൊ അങ്ങനെ നമ്മള് വികാര കലുഷിതരായിട്ടാണ് നമ്മൾ ആ ദാനം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ആ കലുഷചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് പോകുന്നിടത്ത് മനഃപ്രസാദം പോലും ഉണ്ടാവില്ല. നമുക്ക് സന്തോഷിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് സത്യത്തോടടുക്കുവാൻ ഇതൊരിക്കലും നമ്മളെ ഉപകരിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രാജസദാനങ്ങൾ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരായിട്ട് ആൾക്കാരെ ഊണ് കഴിക്കാൻ വിളിക്കും. നിർബന്ധിതരായിട്ട് നമുക്ക് ഇഷ്ടമില്ല, പക്ഷെ ഏതെങ്കിലും ഒരു പരിതസ്ഥിതി കൊണ്ട് നമ്മൾ നിർബന്ധിതരാകും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ആ ഒരു ഇഷ്ടക്കേടോട് കൂടിയായിരിക്കും. അപ്പൊ ആ ഭക്ഷണം തന്നെ എത്ര മോശമായിരിക്കും. ആ ഭക്ഷണത്തിൽ നമ്മുടെ ആ മനസ്സിന്റെ ആ ഒരു പിന്നെ പ്രതികൂല ഭാവം തീർച്ചയായിട്ടും കലരും. അതുകൊണ്ടാണ് ഈ രാജസദാനം നമ്മൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് പുണ്യമാണോ പാപമാണോ രാജസമാണോ താമസമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി താമസദാനത്തെ പറ്റി ഭഗവാൻ തന്നെ പറയുകയാണ്. അദേശകാലേ യദ്ദാനം ആപത്രേഭ്യശ്ച ദീയതേ അസ്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ, സ്ഥാനം നോക്കാതെ, ഒരു സ്ഥാനവും കാലവും സ്ഥലവും ഒന്നും നോക്കാതെ അപാത്രഭ്യ, അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്ന ദാനം. അത് അവജ്ഞാനം, അപമാനിച്ചും നിന്ദിച്ചും യദ്ദാനം ദീയതേ, ഏതൊരു ദാനമാണോ കൊടുക്കപ്പെടുന്നത് ആ ദാനം താമസം എന്ന് പറയുന്നു. കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടില് ദേശകാലങ്ങളും അർഹതയും നോക്കാതെ നൽകപ്പെടുന്ന ദാനം വ്യക്തിയെയും സമൂഹത്തെയും പതിപ്പിക്കുന്നു. അതായത് അതുപോലെ തന്നെ അപമാനിച്ചും നിന്ദിച്ചും നൽകുന്ന ദാനത്തിനൊരു വിലയുമില്ല. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഭിക്ഷയാചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ കുറച്ച് പൈസ വേണം എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ അവരെ പല വിധത്തിലും ശകാരിച്ച ശേഷമാണ് മിക്കവാറും എല്ലാവരും എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അതിനു മുമ്പ് അവർക്ക് കുറേ നിന്ദ കേൾക്കേണ്ടി വരും. അതിനുശേഷം കൊടുക്കാൻ വളരെ തുച്ഛമായ ഒരു തുകയോ എന്തെങ്കിലും ഒരു സഹായമോ കൊടുത്തിട്ടാണ് വിടുക. അപ്പം അത് ഒരു താമസിക ശ്രദ്ധയാണ് കാണിക്കുന്നത്. താമസിക സ്വഭാവമുള്ളവരാണ് അങ്ങനെ ചെയ്യുക. നമുക്ക് നമ്മുടെ ഷിർഡി സായിബാബ പറയും, നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുരയ്ക്കാതിരിക്കുക. നിങ്ങൾ ഒരാളുടെ നേരെ കുരയ്ക്കുന്നത് എന്തിനാണ്? കുരയ്ക്കുന്നത് പട്ടിയുടെ സ്വഭാവമല്ലേ. മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ബൗ ബൗ എന്ന് കുരച്ച് ഒരുപാട് ചീത്ത പറഞ്ഞ് നിന്ദിച്ച് അവസാനം എന്നാ കൊണ്ടുപോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്നത്? വേണ്ട, കൊടുക്കണ്ട. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നല്ല വാക്ക് പറയും, എനിക്കിപ്പൊ എന്റെ കയ്യിലില്ല, തരാനില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടൂ. എന്തിനാണ് നിങ്ങൾ അവരോട് ഷൗട്ട് ചെയ്ത് അവരോട് മോശമായിട്ട് സംസ്കരിച്ച് അവരുടെ മനസ്സിനെ മുഴുവൻ ഒരുപാട് മുറിപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് അവരെ അവമാനിക്കുന്നത്? അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഒരേ ഈശ്വര ചൈതന്യം തന്നെ ഉള്ളത്. അപ്പൊ കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ഭിക്ഷക്കാരൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വെറുതെ വന്ന് കൈ നീട്ടും. അപ്പം നമ്മൾ കാണാത്ത മട്ടി പോവുക, അത്ര തന്നെ. കൊടുക്കണ്ട, പണം കൊടുക്കാനേ പാടില്ല. കാരണം ഇപ്പൊ ഭിക്ഷ മാഫിയ ഒരുപാടുണ്ട്. ഇതൊരു ഇവിടെ പുട്ടപ്പരത്തിൽ എന്താ അറിയോ, ഏതെങ്കിലും ഒരു എലിക്കുഞ്ഞിനെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒക്കെ തിരുത്തിക്കൊണ്ട് കൊച്ചു വെച്ചു പെൺപിള്ളേര് വരും. വെറും കള്ള എവിടുന്നോ എടുത്തോണ്ട് വന്ന കൊച്ചു, അവരുടെ കുട്ടികളൊന്നും അല്ല. ഈ മാഫിയാണത്. ഈ പണം. അപ്പൊ സ്വാമി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, ഭിക്ഷക്കാർക്ക് പണം കൊടുക്കരുത്. നിങ്ങളെക്കാളും വലിയ പണക്കാരാണെന്ന് ഭഗവാൻ പറയും. നിങ്ങളെക്കാളും എത്രയോ വലിയ പണക്കാരാണ് ഇവിടുത്തെ ഭിക്ഷക്കാരാണെന്നറിയോ? കാരണം ഈ ഫോറിനേഴ്സ് ഒക്കെ, അവർക്ക് 10 രൂപ ഒരു വിലയില്ലല്ലോ. അവര് ഡോളർ മാറ്റി ഇവിടെ രൂപയാക്കുമ്പോ അവർക്ക് ധാരാളം, ഒരു ഡോളറിന് 100 രൂപ കിട്ടുമ്പം അതിൽ നിന്ന് 10 രൂപ പോയാൽ അവർക്കൊന്നുമില്ല. പക്ഷേ അങ്ങനെ കൊടുത്തു കൊടുത്ത് ഭഗവാൻ പറയും, ഇവിടെ കോടീശ്വരന്മാരാണ് ഭിക്ഷക്കാര്. ദയവായിട്ട് പൈസ കൊടുക്കരുത് നിങ്ങൾ. അത് അവര് ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാണ് അവരത് ദുരുപയോഗം ചെയ്യും. അവര് കള്ളു കുടിക്കും, അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടും. അതിനേക്കാളും നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. ഭക്ഷണം വേണ്ടാന്ന് പറയുന്ന ഒരു ഭിക്ഷക്കാരൻ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പഴം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോ അടുത്തുനിന്ന് അമ്മ അമ്മ എന്ന് പറയും. അപ്പൊ പൈസയാണ് ചോദിക്കണത്. ഞാൻ ഒരു പഴമോ 2 പഴമോ എടുത്ത് കൊടുക്കുമ്പോ പഴം വേണ്ട അമ്മ എന്ന് തിരിച്ചു തരും.
എത്ര പ്രാവശ്യമാണ് വന്നിട്ടുണ്ടല്ലോ തിരിച്ചു തരും. അപ്പൊ അതിന്റെ അർത്ഥം അവന് ആവശ്യമില്ല, അവന് വിശപ്പില്ല, അവന് ആവശ്യമില്ല. അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് പണം ചോദിക്കുന്നത്. പണം കൊണ്ടേ അത് നടക്കുകയുള്ളൂ, അതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞ അങ്ങനെ പണം കൊടുത്തവരെ വഷളാക്കരുത്. ദേശകാലവും അർഹതയും നോക്കാതെ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം. അതാണ് ദേശകാലങ്ങളും അർഹതയും നോക്കാതെ നൽകപ്പെടുന്ന ദാനം വ്യക്തിയെയും സമൂഹത്തെയും നീതിയെ അധപ്പതിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപമാനിച്ചും നിന്ദിച്ചും നൽകുന്ന ദാനം, പലരും വീട്ടിൽ ഭിക്ഷ അയച്ചൊക്കെ വരുന്നവരെ വഴക്ക് പറഞ്ഞിട്ട് കൊടുക്കുന്ന ദാനം താമസ ദാനമാണ്. അത് കൊടുക്കരുത്, അങ്ങനെ ചെയ്യരുത്. ഇല്ലെങ്കിൽ ശാന്തമായിട്ടില്ലെന്ന് പറയുക. അപമാനിച്ചും നിന്ദിച്ചും എന്തെങ്കിലും കൊടുക്കുന്നത് ഒന്നും കൊടുക്കാതിരിക്കുന്നതിനേക്കാളും ദോഷമാണ്. ഒന്നും കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ള ദോഷമേ ഉള്ളൂ. അവരെ അവമാനിക്കുമ്പോൾ അവരെ നമ്മൾ ഹിംസയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഹിംസയുടെ പാപം കൂടെ നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് ദാതാവും ദാനപാത്രവും വാസ്തവത്തിൽ ഈശ്വരാംശമാണ്. രണ്ടുപേരിലും ഈശ്വരനുണ്ട്. ദാനകർമ്മം കഴിയുമ്പോൾ ദാതാവിന്റെയും ദാനം മേടിച്ച ആളിന്റെയും ചിത്തം ശുദ്ധമായി അല്പമെങ്കിലും ആത്മപ്രസാദം ഉൾക്കൊള്ളാൻ കഴിയണം. കിട്ടുന്നവർക്കും വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും മനസ്സിന് സന്തോഷമുണ്ടാവണം, അല്ലെങ്കിൽ അതെങ്ങനെ പുണ്യമാകും? അതുകൊണ്ട് എന്തു കൊടുത്താലും അതിന് മുമ്പ് നിന്നയും അപമാനവും ഉണ്ടായാൽ രണ്ടു കൂട്ടം, നമ്മൾ ഒരാളെ വഴക്ക് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, വഴക്ക് പറയണത് നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ നിർബന്ധിതരായിട്ട് വഴക്ക് പറയണം, എന്തൊരു ശല്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കെട്ടു. അതുപോലെ വാങ്ങുന്ന ആൾക്കും ഇത്രയും വഴക്ക് കേൾക്കുമ്പോൾ എത്ര അവമാനിതനാവും ഇല്ലേ? അപ്പൊ അവർക്കും അതുകൊണ്ട് രണ്ടുപേരുടെയും ആത്മാവിനാണ് നിന്ദ ഏൽക്കുന്നത്. ആത്മനിന്ദയാണ് അവർക്ക് ഉണ്ടാവുന്നത്, രണ്ടുപേർക്കും. അങ്ങനെ ആത്മനിന്ദ ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? നമ്മുടെ മനസ്സാകെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോകും. അതുകൊണ്ട് ദാനം ആത്മാവിനെ ഇരുട്ടുകൊണ്ട് മൂടിക്കൊളയുന്ന രീതിയിലുള്ളതിനാണ് താമസ ദാനം എന്ന് പറയുന്നത്. അതായത് അധിക്ഷേപിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മവും, നമ്മുടെ അടുത്ത് ഒരാളൊരു ജോലി ഏൽപ്പിച്ചു, ചെയ്യാൻ ഇഷ്ടമല്ല, പ്രാഗിക്കൊണ്ട് ചെയ്യണ്ട, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളൂ. ഈ പ്രാഗിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഭേദം ചെയ്യാതിരിക്കുന്നതാണ്. ഏത് കാര്യത്തിൽ ഇതുപോലെ താമസഭാവമാണ് വളർത്തുന്നതെങ്കിൽ അത് നമുക്കും ചെയ്യിപ്പിച്ചവർക്കും ചെയ്യുന്നവർക്കും എല്ലാം അത് ശല്യമായി തീരും. ചില ആൾക്കാരുണ്ട് ജോലിക്കാരുടെ പുറകെ നടന്നിട്ട്, ഇങ്ങോട്ട് വാ, ഇവിടത്തെ ഇത് ശരിയായിട്ടില്ല, അവിടെ ശരിയായിട്ടില്ല, അവിടെ അതിന്റെ അടിയിൽ ഒന്നും കൂടെ തൂക്കി രണ്ടാമതും വിളിച്ചൊക്കെ ചെയ്യിപ്പിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സംഘടന നടത്തിക്കൊണ്ടിരുന്നു, പ്രശാന്തി സ്ത്രീ സേവ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ആൾക്കാരെ ജോലിക്ക് പറഞ്ഞയക്കും. അപ്പൊ അവര് വന്നിട്ട് പറയണ കഥകളൊക്കെ കേട്ടാ നമ്മള് കണ്ണു തള്ളിപ്പോകുന്നു. ഇവിടെ വലിയ വലിയ വീടുകളിലാണ് പറഞ്ഞു വിടുന്നത്. ഡോക്ടേഴ്സിന്റെ, എഞ്ചിനീയേഴ്സിന്റെ, IAS ഒക്കെ വീട്ടിലാണ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ സേവയുടെ ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. അവര് പറയും എന്റെ ചേച്ചി അവിടെ പോയിട്ട് അവർ IAS ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, വലിയ വലിയ കൊട്ടാരത്തിൽ താമസിക്കട്ടെ, പക്ഷെ മനസ്സ് മഹാമോശമാണ് ചേച്ചി. പറയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുതിയ ഭക്ഷണം ഒരിക്കലും കൊടുക്കൂല അത്രേ. അതെടുത്ത് അത് വേണ്ടാതെ അത് ഫ്രിഡ്ജിനകത്ത് 1, 2, 3 ദിവസം ഇരുന്ന ശേഷം കളയാറാവുമ്പോ എടുത്തവർക്ക് നീ കൊണ്ടുപോക്കോ കേട്ടോ എന്ന് പറയും. എങ്ങനെയാ ചേച്ചി ഞാൻ കൊണ്ടുപോവാന്ന് പറയാ അവള്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര ആത്മനിന്ദ, സ്വയവും മറ്റുള്ളവർക്കും ആത്മനിന്ദ കൊടുക്കുന്ന കർമ്മമാണത്. അങ്ങനെ ഭഗവാൻ ശ്രദ്ധയെ ആസ്പദമാക്കി യജ്ഞാതി കർമ്മങ്ങളെ വിവരിച്ചെന്നും ആത്മസാക്ഷാത്കാരമാണ് നമ്മളുടെ കൊതിയെങ്കിൽ, അതിനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ സർവഥ എല്ലായിടത്തും, എല്ലാ പ്രവൃത്തിയിലും വാക്കിലും ചിന്തയിലും എല്ലായിടത്തും നമ്മൾ സാത്വികമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാത്വിക ശ്രദ്ധ വളരാൻ സർവം ഈശ്വരമയമായി ഭാവന ചെയ്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മൾ ഈശ്വരന് വേണ്ടി എന്ത് കൊടുക്കും? ഈശ്വരനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും, എവിടെ വെച്ച് കൊടുക്കും, ഇങ്ങനെയുള്ളതൊക്കെ പ്രധാനമാണ്. അങ്ങനെയൊക്കെ വേണം നമ്മളത് ഈ ചോദ്യത്തിനുള്ള. അപ്പൊ ഭഗവാന്റെ ചോദിക്കുന്നു, അപ്പൊ പിന്നെ അർജുനൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ബ്രഹ്മഭാവന നിലനിർത്തുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഉപായമുണ്ടോ ഭഗവാനെയും ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഭഗവാൻ പറയാണ്, ശരി, ബ്രഹ്മവാചിയായ ചില പദങ്ങൾ നിശ്ചയിക്കാൻ ഭഗവാൻ പറയുകയാണ്. എപ്പോഴും നാവിൽ സൂക്ഷിക്കാനായിട്ട് ബ്രഹ്മവാചികളായിട്ട് കുറച്ച് പദങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ആ ബ്രഹ്മഭാവന നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. നമ്മളിപ്പം നാമം ജപിച്ചുകൊണ്ട് സായിരാമെന്നോ അല്ലെങ്കിൽ നാരായണന്നോ നമഃശിവായ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു ഒരു ശുദ്ധി, ഒരു ആത്മസംതൃപ്തി തോന്നും ഇല്ലേ? അതുപോലെ സ്വാമി പദങ്ങൾ പറയുകയാണ്. ഓം തത്സത്.
ഇതി നിർദ്ദേശഃ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം തത് സത്. ഇതി എന്നും ബ്രഹ്മത്തിന് ത്രിവിധ നിർദ്ദേശങ്ങളുണ്ട്. ബ്രഹ്മത്തിന്റെ നാമമാണ് ഓം എന്നുള്ളതും തത് സത് എന്നുള്ളതും. ഓം തത് സത് ശ്രീനാരായണ ശ്രീ. നമുക്ക് നമ്മുടെ സർവധർമ്മ പ്രേയറില് ഓം തത് സത് എന്ന് തന്നെയാണ്. പിന്നെ പഞ്ചാബികള് ഓം സത് എന്നാണ് അവര് അഭിസംബോധന ചെയ്യുന്നത്. ഹേ രാം നമ്മൾ സായി രാം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ രാം 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 എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അള്ളാഹ്, അല്ലെങ്കിൽ കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുന്നതിൽ അവര് സത്കൾ എന്നാണ് പറയുക. അവരങ്ങനെയാണ് പറയുക. അപ്പം ഈ സത്തിനെയാണ് അവര് ഓം സത്. അപ്പം ഇത് ഉപനിഷത്തുകളിൽ പറയുന്നതാണ് ഈ 3 നാമങ്ങൾ, ഓം തത് സത്. അത് പണ്ട് മുതലേ തന്നെ ഈ നാമങ്ങളോട് കൂടിയാണ് ബ്രഹ്മജ്ഞാനികള് വേദങ്ങളും യാഗാദി കർമ്മങ്ങളും എല്ലാം വിധിപൂർവമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഓം തത് സത്തിലാണ്. ഓം എന്നും തത്തെന്നും സത്തെന്നും എന്ന ബ്രഹ്മത്തിന് 3 നാമങ്ങൾ ഉപനിഷത്തുകളിൽ കാണപ്പെടുന്നു. പണ്ട് മുതലേ തന്നെ ഈ നാമങ്ങളോട് കൂടിയാണ് ബ്രഹ്മജ്ഞാനികൾ. ആരാണ്? സർവം ഈശ്വരമയം, സർവത്തിലും ഈശ്വരനെ കാണുന്ന ആരാണ്? അവര് മാത്രമാണ് ബ്രഹ്മജ്ഞാനികൾ. അവര് വേദങ്ങളും യാഗാദി കർമ്മങ്ങളും എല്ലാം വിധിപൂർവം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഓം തത് സത് എന്ന 3 നാമങ്ങൾ. ഒരേ ബ്രഹ്മവസ്തുവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നതെന്ന് സംശയാതീതമായിട്ട് പിന്നെ ഉപനിഷ ദ്രഷ്ടാക്കളായ ഋഷിമാർ. എന്താണ് ഉപനിഷ ദ്രഷ്ടാക്കൾ എന്ന് വെച്ചാൽ അർത്ഥം? ഉപനിഷത്ത് അങ്ങനെ ആരും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉപനിഷത്ത് ദ്രഷ്ടാവെന്ന് വെച്ചാൽ കാണുന്നവൻ. അതായത് നമ്മള് ധ്യാനത്തിലൂടെ, സമാധിയിലൂടെ, തുര്യാവസ്ഥയിലൂടെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ തന്നെ നിറച്ച്, അതാണ് നമ്മൾ ഈ ദ്രഷ്ടാക്കളായിട്ട് ഋഷിമാർ കണ്ടത്. അങ്ങനെയാണ് വേദങ്ങൾ ഉപനിഷത്തുകളുണ്ട്. അതാണ് ഭഗവാൻ അപരുഷയ എന്ന് പറയണത്. വേദങ്ങൾ ഉപനിഷത്തുകളും അപൗരുഷയമാണ്. അപരുഷ ഒരു പുരുഷൻ, ഒരു മനുഷ്യജീവിയിൽ നിന്നുണ്ടായതല്ല. അപ്പൊ ഖുറാനും പിന്നെ നമ്മുടെ ബൈബിളുമൊക്കെ മനുഷ്യന്മാരിൽ നിന്നുണ്ടായതാണ്. പക്ഷെ നമ്മുടെ വേദങ്ങൾ അപൗരുഷയമാണ്. അത് ഈശ്വരൻ നേരിട്ട് മനസ്സിൽ, ഓരോ ഋഷികളുടെ മനസ്സിൽ ദ്രഷ്ടാവായതാണ്. അവര് കണ്ടതാണ്. അവര് കണ്ടതിനെ അവര് കുറിച്ച് വെച്ചതാണ്. അവര് പറഞ്ഞു പഠിച്ചതാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാണ്. അല്ലെ പിന്നെ വേദവ്യാസം വന്നിട്ട് അതിനെയൊക്കെ രചിച്ചെടുത്തു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദ്രഷ്ടാക്കളായ അവർക്ക് തെളിഞ്ഞപ്പം ഈ വസ്തുസ്ഥിതി എല്ലാവരെയും അനുഭവിക്കണം. തങ്ങൾ അനുഭവിച്ച ആനന്ദം, തങ്ങൾ അനുഭവിച്ച ആ ഒരു മഹത്വം എല്ലാവരും അനുഭവിക്കണം എന്ന് അവർക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം തോന്നിയപ്പോ അവര് ബ്രഹ്മവാചികളായ 3 നാമങ്ങൾ നിർദ്ദേശിച്ചു. ഉപനിഷത്തുകളെല്ലാം ബ്രഹ്മപ്രതീകമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രണവം അഥവാ ഓം. ബ്രഹ്മോപാസനയ്ക്കുള്ള വിശിഷ്ട മന്ത്രവുമാണ് അത്. ബ്രഹ്മത്തിന്റെ നിരാകാരനായ ഈശ്വരനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ, നിരാകാരനായ ഈശ്വരനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഓങ്കാരം മാത്രം മതി. ഓങ്കാരത്തിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച ഓം എന്നുള്ളതില് AUM, ഓ ആ ഉ മ എന്ന 3 അക്ഷരങ്ങളാണ്. ബ്രഹ്മ വിഷ്ണു ത്രിമൂർത്തികളെ എല്ലാം, തൃത്വങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഓങ്കാരം. തൃത്വങ്ങൾ എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ത്രിഗുണങ്ങൾ, 3 അവസ്ഥകൾ, 3 കാലങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ തൃത്വം. അതിൽ ത്രിഗുണങ്ങൾ, ഇങ്ങനെ എല്ലാത്തിലും ഈ ഓമിൽ അടങ്ങിയിട്ടുണ്ട്, ത്രിമൂർത്തികളും എല്ലാം. അതുകൊണ്ട് ഓം മാത്രം പ്രാപിച്ച നിരാകാര ബ്രഹ്മത്തിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഒരു ആകാരം, ഒരു ഫോട്ടോ ഒന്നുമില്ലാതെ ഒരു ഈശ്വരനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓങ്കാരം ജപിച്ചാൽ മതി. ഓങ്കാരത്തിലൂടെ നമുക്ക് ബ്രഹ്മജ്ഞാനം നേടാനാകും. ഒരുപാട് പേര് നേടിയിട്ടുണ്ട്. തത്ത് എന്ന് വെച്ചാൽ അത് എന്നാണ് അർത്ഥം. തത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് വെച്ചാൽ അതാണ് പ്രപഞ്ചത്തിന്റെ കാരണം. ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം വേണം. കാരണനായ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് കാര്യമായ പ്രപഞ്ചം ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ തത്വമസി എന്ന വാക്ക് ഛാന്ദോഗ്യ ഉപനിഷത്തിലുള്ളതാണ്. തത്വമസി ഛാന്ദോഗ്യ ഉപനിഷത്ത്. അതില് പരമകാരണമായ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന ആദ്യ പദമാണ് തത്വം അസി. നമ്മുടെ ഭഗവത്ഗീതയെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. തത്വം അസി, തത്ത് അസി ത്വം, അങ്ങനെ 3ആയിട്ട് വിഭജിച്ചിട്ടാണ് 6 ചാപ്റ്ററുകൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മഹാവാക്യത്തിന്റെ താല്പര്യം
അത് നീയാകുന്നു എന്നാണ്. അതായത് ഭഗവാൻ നമ്മൾ തന്നെയാണ് അതെന്ന് വെച്ചാൽ ഭഗവാൻ ബ്രഹ്മം, അത് നീയാകുന്നു എന്നാണ്. തത്വം അസി, തം എന്ന് വെച്ചാൽ നീ, അസി എന്ന് വെച്ചാൽ ആകുന്നു, തത് അത് നീ ആകുന്നു. അതായത് ഈശ്വരൻ നീ തന്നെയാണ്. ഇതാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഉണ്മ, ശരിയായ ഉണ്മ എന്ന് പറയുന്നത്. അപ്പം സത്ത് എന്നത് ശുദ്ധമായ ഉണ്മ എന്നാണ് അർത്ഥം. സദേവ സൗമ്യ ഇതം അഗ്ര ആസീത് എന്നാണ് പൂർണ്ണമായ വാക്യം. സങ്കല്പം കൂടി കലരാത്ത ശുദ്ധബോധമാണ് ഇവിടെ ഉണ്മ. അതാണ് ബ്രഹ്മസ്വരൂപം. അപ്പം ബ്രഹ്മപ്രതീകമായ ഓം, ബ്രഹ്മത്തെ ഭരണ കാരണമായിട്ട് നിർദ്ദേശിക്കുന്ന തത്ത്, ബ്രഹ്മസ്വരൂപം വെളിപ്പെടുന്നത് സത്ത് എന്നീ പദങ്ങളിലൂടെയാണ്. ഓം തത് സത് എന്നൊരു വാക്യമായി കരുതിയാൽ അതിന് ബ്രഹ്മം കാരണമായ ഉണ്മയാണ് എന്ന് ധരിക്കാം. ബ്രഹ്മജ്ഞാനം കൊതിക്കുന്നവർ ഈ വാക്യം നിരന്തരം ഉച്ചരിച്ച് ബ്രഹ്മഭാവന പുലർത്തിക്കൊണ്ട് വേണം അവരുടെ കർമ്മചലനങ്ങളെല്ലാം, എന്ത് ചെയ്യുമ്പോഴും ഓം തത്സത് എന്നാണ് അവർ പറയണത്. ഓം തത്സത് എന്ന് പറഞ്ഞിട്ടാണ് സർവ കർമ്മങ്ങളും അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ചുരുക്കത്തിൽ ഒരുവൻ ഓം തത്സത് എന്ന മന്ത്രം ജീവിതത്തിലുടനീളം കൂട്ടിച്ചേർത്ത നിരന്തരമായ ബ്രഹ്മഭാവന പുലർത്തുകയാണെങ്കിൽ അതിവേഗം സാത്വിക ശ്രദ്ധയിലേക്ക് വരും. ഓം തത്സത് എന്ന മന്ത്രം കൂട്ടിച്ചേർത്ത് ജീവിതത്തെ ബ്രഹ്മഭാവനാമയം ആക്കി തീർക്കണമെന്നാണ് വേദങ്ങളും ഉപദേശിക്കുന്നത്. ഇക്കാര്യമാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. കാരണം ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞ വേദസാരമാണ്. വേദത്തിന്റെ വേദാന്തമാണ് ഉപനിഷത്ത്. വേദാന്ത സാരം, ഉപനിഷത്ത് സാരമാണ്. ഭഗവാന്റെ ഓരോ വാക്കും ഓരോ ശ്ലോകവും ഉപനിഷത്ത് സാരമാണ്. അതുകൊണ്ട് ഓം സത് സത്. അപ്പം ഓം എന്നതിനെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോവാണ്. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞാദാന തപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. തസ്മാത് എന്നുവെച്ചാൽ ഓം തത്സത് എന്ന ബ്രഹ്മവാക്യം ഉച്ചരിച്ച് ജീവിതത്തെ ബ്രഹ്മമയമാക്കി തീർക്കണം എന്നുള്ളത് കൊണ്ട് സതതം, സദാ ബ്രഹ്മവാദിതം, ബ്രഹ്മാന്വേഷണ തൽപരന്മാർ. സാധാരണക്കാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ബ്രഹ്മത്തെ അന്വേഷിക്കാൻ ഈശ്വരാന്വേഷണത്തിന് തൽപരന്മാരായ ആൾക്കാർ വിധാനോക്ത കർമ്മ ശാസ്ത്രവിധി അനുസരിച്ച് യജ്ഞദാന തപക്രിയ, യജ്ഞം ദാനം തപസ് മുതലായ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓം ഇത്യുദ്ഹൃത്യത, ഓം എന്ന പ്രണവം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ടാണ് പ്രവർത്തന്റെ വർത്തിക്കുന്നത്. നമുക്കതറിയാലോ, ഓം എന്ന ഒരു മന്ത്രമില്ല. ഓം നമഃ, ഓം ആദ്യവും അവസാനം നമഹയും ചേർക്കുമ്പോ ഏത് നാമവും മന്ത്രമാവും. ഓം സായിരാമായ നമഃ, ഓം കൃഷ്ണായ നമഃ, ഓം രാമായ നമഃ, ഓം ശിവായ നമഃ. ഓം ചേർത്തിട്ട് നമഃ പറയുമ്പം ആ ശിവ ശബ്ദം അല്ലെങ്കിൽ രാമശബ്ദം കൃഷ്ണശബ്ദം ഒക്കെ മന്ത്രമായി തീരും. ഓം സത് സത് എന്നത് ബ്രഹ്മ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ജീവിതത്തെ ബ്രഹ്മമായി തീർക്കണം എന്നാണ് സദാ ബ്രഹ്മാന്വേഷണ തൽപരരായ ആൾക്കാരുടെ കർമ്മവിധിക്കുള്ള ഇതെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് കർമ്മങ്ങൾ? അവർ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്? ഈ മുൻപിൽ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും, യജ്ഞം ദാനം തപസ് ഇതിലായ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പം ഓം പ്രണവ ശബ്ദം അങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രണവം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹിമാലയത്തിലും അവിടെ ഇവിടേക്കൊന്നും ജപിക്കുന്ന അനേകം ഋഷിമാരുണ്ട്, ഒരുപാട് പ്രായമായ അനേക ഋഷിമാരുണ്ട്. അവരൊക്കെ നിരന്തരം ഓം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതത്തില് കുറേയൊക്കെ ഭേദം ബാക്കിയുള്ള നാടുകളെ നോക്കുമ്പോൾ കുറേ ഭേദമായിരിക്കുന്നത് ഭാരതത്തിന്റെ അന്തരീക്ഷമാണ്. കാരണം ഇവിടെ ഈ ഓംകാര ശബ്ദം, ഓം എന്ന ശബ്ദത്തിന്റെ മന്ത്രത്തിന്റെ ധ്വനി നമ്മുടെ വായുവിൽ, നമ്മുടെ സ്പേസിൽ പടർന്നിരിക്കുന്നതുകൊണ്ടാണ്. ബ്രഹ്മമന്ത്ര താല്പര്യം. എല്ലാ കർമ്മങ്ങളും ബ്രഹ്മയജ്ഞമാക്കി മാറ്റാനുള്ള ഉപായമാണ് ബ്രഹ്മമന്ത്രം. യജ്ഞദാന തപക്രിയകൾ എന്നുള്ളത് കൊണ്ട് ജീവിത കർമ്മചലനം, യജ്ഞം ദാനം തപസ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഇതൊക്കെ ചെയ്യണം. യജ്ഞം എന്ന് വെച്ചാൽ കർമ്മം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ല യാഗം പൂജ അങ്ങനെയുള്ള അല്ല യജ്ഞം എന്ന് പറയണേ. യജ്ഞം എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ. അപ്പം ഈ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നുണ്ടോ? നമ്മൾ ദാനം ചെയ്യാതിരിക്കുന്നുണ്ടോ? നമ്മൾ
തപസ് ചെയ്യാതിരിക്കുന്നുണ്ട്. തപസ് എന്താണ്? ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് തപസ് എന്ന് പറയുന്നത്. അപ്പം ഗീതയാണ് ഏറ്റവും വലിയ കർമ്മശാസ്ത്രം. ബ്രഹ്മപ്രാപ്തി കൊതിക്കുന്നവൻ കർമ്മങ്ങൾ ഫലേച്ഛ വെടിഞ്ഞ് ബ്രഹ്മാരാധനയായി അനുഷ്ഠിക്കണമെന്ന് ഉപനിഷത്തുകളും ഉപദേശിക്കുന്നു. ഇതിനുള്ള മാർഗം തുടങ്ങുമ്പോൾ തന്നെ കർമ്മം ബ്രഹ്മാരാധനയാണ് എന്ന് ഓർക്കണം. അതായത് വർക്ക് ഇസ് വർഷിപ്പ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വർഷിപ്പായി മാറും, അത് ആരാധനയായിട്ട് മാറും. ഏത് കർമ്മവും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് മന്ത്രമൊന്നും ചെല്ലണ്ട, ഭഗവാനെ ഞാൻ എന്താ ഭക്ഷിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ട് ഭക്ഷിക്കുമ്പോൾ അത് ഭഗവാന് കൊടുത്തതിന് സമമായി. അതാണ് ഒരിക്കൽ ഹേമന്ത ബാന്ത് പിന്നെ ഒരു മീറ്റിങ്ങിൽ അവരെല്ലാരും കൂടെ കൂടിയിരിക്കുമ്പം ഹേമന്ത് ബാന്തിന്റെ കയ്യിൽ നിന്ന് 5-6 കടല താഴെ വീണു. അത് ഭഗവാൻ ചെയ്ത വേലയാണ്, അല്ലാതെ അങ്ങേര് കടയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇത് എവിടുന്ന് വന്നു? അത് ഇവന് ഒരു സൂക്കേടുണ്ട്, അവൻ ആർക്കും കൊടുക്കാതെയാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഹേമന്ത പറഞ്ഞു, ഭഗവാനെ സ്വാമി അങ്ങനെ പറയല്ലേ, ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാതെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാറില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ആരോപിക്കുന്നത് എന്നില്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, എല്ലാരും അടുത്തുണ്ടെങ്കിൽ നീ കൊടുക്കും, സമ്മതിച്ചു. പക്ഷെ ഞാൻ അടുത്തില്ലെങ്കിൽ നീ എന്താ ചെയ്യുക? എന്നെ സ്മരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും നമ്മൾ ആ സ്മരണയോടുകൂടി ഭഗവാനെ ഞാൻ കഴിക്കാൻ പോണു, അല്ലെങ്കിൽ കുടിക്കാൻ പോണു, അല്ലെങ്കിൽ ചെയ്യാൻ പോണു, ഭഗവാനെ എന്നൊരു വാക്ക് വിളിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ കൂടെ അതിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അതിനാണ് സ്മരണ എന്ന് പറയുന്നത്. അത്ര ചെയ്താൽ മതി ഭഗവാന്. അല്ലാതെ നമ്മള് വലിയ വലിയ ഒരുക്കൂട്ടുകളൊന്നും ആവശ്യമില്ല. ആ ഒരു വിളി മാത്രം മതി. വിളിയോടെ മനസ്സുകൊണ്ട് സമർപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് ഒരിക്കൽ നാനാ സാഹിബ് പോകുമ്പോൾ ഒരാളുടെ മകൾക്ക് പിന്നെ ഭയങ്കരമായ അസുഖം. അപ്പൊ അതിന് മരുന്ന് വേണം, മരുന്ന് ഉധിയാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഭാര്യയും കൂടെ റെയിൽവേ സ്റ്റേഷൻ, ദാദറില് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങേര് ഒന്ന് പറഞ്ഞത്, എനിക്ക് കുറച്ച് വിഭൂതി തരും, ഉധി തരുമോ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഉധി ഇല്ലല്ലോ, എൻ്റെ അടുത്ത് ഉധി ഇല്ലല്ലോ, എന്താ ചെയ്യുക? അപ്പൊ പെട്ടെന്ന് താഴെ റോഡിൽ നിന്ന് ഭഗവാനെ ശ്രീ സായി ബാബയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് റോഡിൽ നിന്ന് കുറച്ച് പൊടി എടുത്തു, റോഡിലെ പൊടി. ആ പൊടി എടുത്തിട്ട് ഭഗവാനെ ഇതുകൊണ്ട് അസുഖം മാറുന്നതിന് ചോദിച്ചു. അത് അയാളുടെ കൈ കൊടുത്തില്ല, ഭാര്യയുടെ നെറ്റിയിൽ അത് പുരട്ടി കൊടുത്തു. വിഭൂതി ഉധിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അസുഖം മാറ്റണേ എന്ന് പറഞ്ഞ് ഭാര്യയുടെ നെറ്റിയിൽ അത് പുരട്ടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ശരിയായിക്കോളും, പൊക്കോളും. അവിടെ ചെന്നപ്പോ അയാൾ എന്താ ചെയ്തത്? ഇവിടെ ഭാര്യയുടെ പുറത്ത് ആ ഉധി പുരട്ടിയ നിമിഷം, പൊടി പുരട്ടിയ നിമിഷം തൊട്ട് അവിടെ ആ കുട്ടിക്ക് അസുഖം കുറഞ്ഞു വന്നു. നിമിഷം തൊട്ട് അസുഖം കുറഞ്ഞു തുടങ്ങി. അതാണ് സങ്കല്പത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഏത് സങ്കല്പവും, ദുഷ്ടസങ്കല്പവും നല്ല സങ്കല്പവും, എല്ലാത്തിനും അപരിമേയമായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സീ ഗുഡ് ഡു ഗുഡ് എന്ന് ഭഗവാൻ പറയുന്നത്. തിങ്ക് ഗുഡ്, സേ ഗുഡ്, ഹിയർ ഗുഡ് എന്ന് ഭഗവാൻ പറയേണ്ട കാര്യം അതാണ്. എപ്പോഴും നന്മ തന്നെ ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചിരിക്കൂ. അതെന്ന് വെച്ചാൽ സങ്കല്പങ്ങൾക്ക് അത്ര ശക്തിയുണ്ട്. അതാണ്, ഇതെല്ലാം സങ്കല്പമാണ്. ഓം ഭഗവാനെ നമ്മൾ സങ്കല്പിച്ച് ഓം എന്ന് പറയുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അപ്പം ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഓം അല്ലെങ്കിൽ പ്രണവം. ശ്രദ്ധയുള്ള ആൾക്ക് പ്രണവോച്ചാരണ കൂടെ തന്നെ പിന്നെ താനും ബ്രഹ്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കും. ഈ സ്മരണയാണ് കർമ്മത്തെ മുഴുവൻ ബ്രഹ്മാർപ്പണമാക്കി തീർക്കുന്നത്. തൽക്കാലം ഒരുവന്റെ ശ്രദ്ധ കുറേയൊക്കെ രാജസ്യോ താമസിയോ ആയാൽ പോലും ഈ രീതിയിൽ കർമ്മം അനുഷ്ഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അഭ്യാസം തു കൗന്ദയ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അഭ്യാസം കൊണ്ട് സാധിക്കാൻ വയ്യാത്തത് ഒന്നുമില്ല. അതായത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ വയ്യാത്തതൊന്നുമില്ല. അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ രാജസിക ഭാവവും താമസിക ഭാവവും ഒക്കെ മാറിയിട്ട് അതൊക്കെ സാത്വിക ശ്രദ്ധയായിട്ട് മാറും. അപ്പൊ ചോദിക്കുകയാണ്, ഒരു സത്യാന്വേഷി പ്രപഞ്ച ദൃശ്യങ്ങളിൽ ബ്രഹ്മാവിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമായില്ല, ശുദ്ധമായ ബ്രഹ്മസ്വരൂപം അനുഭവിക്കുവാനുള്ള ഉപായം കൂടി അറിയണം. ഫലേച്ഛ ഉപേക്ഷിക്കണം മാത്രമാണ് ഭഗവാൻ പറയുന്ന ഒരു ഉപായം. മന്ത്രത്തിലെ തത് എന്ന പദം അക്കാര്യം ഓർമ്മിപ്പിക്കുന്നെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. തദിത്യ അനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. തത് ഇതി മന്ത്രത്തിലെ തത്വം അസി അല്ലേ, അതിലെ തത് എന്ന പദം ഉച്ചരിച്ചുകൊണ്ട് മോക്ഷകാംക്ഷിഭി, മോക്ഷം എന്ന ബ്രഹ്മാനുഭവം കൊതിക്കുന്നവർ, ഫലം അനഭിസന്ധായ, ഭൗതിക ഫലചിന്ത പാടേ വെടിഞ്ഞ്
യജ്ഞതപക്രിയാഹ, യജ്ഞതപക്രിയകളും വിവിധ പല പ്രകാരത്തിലുള്ള ദാനക്രിയാഹ, ദാനകർമ്മങ്ങളും ക്രിയന്തെ അനുഷ്ഠിക്കുന്നു. അതായത് മന്ത്രത്തിലെ തത് എന്ന പദം ഉച്ചരിച്ചുകൊണ്ട് മോക്ഷം എന്ന ബ്രഹ്മാനുഭവം നേടുന്നതിനായിട്ട് അതിനാഗ്രഹിക്കുന്ന ആളുകൾ ഫലചിന്ത, ഭൗതികമായ ഫലചിന്ത പാടെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം യജ്ഞവും തപവും തപസ്സും ദാനവും എല്ലാ കർമ്മങ്ങളും ഈ പ്രകാരത്തിലാണ് ചെയ്യുന്നത്. തദത്യ അനഭിസന്ധായ ഫലം. അനഭിസന്ധായ എന്ന് വെച്ചാൽ കാക്ഷിക്കാതെ, ലോക ഭൗതികമായ കാര്യങ്ങൾ കാക്ഷിക്കാതെ ആണ് അതോച്ചാരണം ബ്രഹ്മപ്രാപ്തിയാണ് ഈ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്നു. സ്ഥാപിക്കപ്പെടും എന്നാണല്ലോ എന്താണ് വിചാരിക്കുന്നത്. ശ്രദ്ധ എന്ന് വന്നാൽ അതിന്റെ കാര്യം അവസാനിക്കും. ഇതൊക്കെ സ്വാഭാവികമായി കർമ്മത്തിന്റെ ഭൗതിക ഫലം വന്നു ചേരുമെങ്കിലും കാര്യം അവിടെ അവസാനിക്കില്ലെന്ന് താല്പര്യം. അതായത് നമ്മള് പിന്നെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്ക് ചിലപ്പോൾ രാജസമായ ഒരു വന്ന് പെട്ടേക്കാം. പക്ഷെ അത് സാരമില്ല, അതിന്റെ ശക്തി കുറഞ്ഞു പൊക്കോളും. ഭൗതിക ഫലവും ബ്രഹ്മവും മാറി മാറി കൊതിച്ചാൽ നമുക്ക് ശ്രദ്ധ കുറയും. കുറച്ചു നേരം, അതാണ് ഭഗവാൻ പാർഷ്യൽ ഭക്തർ എന്ന് പറയുന്നത്. വലിയ ഭക്തിയാണ്. സമിതി പോയിരുന്ന് ഭജന ചെയ്യുമ്പം, വീട്ടിലിരുന്ന് ഭജന ചെയ്യുമ്പോൾ നാമം ജപിക്കുമ്പോൾ ഭയങ്കര ഭക്തിയാണ്. ആ പൂജമുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി, സമിതിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി തീർന്നു ഭക്തിയൊക്കെ. അതാണ് രണ്ട് വെള്ളത്തിലും ബോട്ടിലും കാല് വെച്ച് പോവുകയാണ്. അപ്പൊ ഒന്നിനും പ്രയോജനം ഇല്ലാണ്ടാവും, മുഴുവൻ പ്രയോജനം കിട്ടില്ല. ഭൗതിക ഫലവും ബ്രഹ്മവും മാറി മാറി കൊതിച്ചാൽ നമ്മുടെ ശ്രദ്ധയ്ക്ക് ഭക്തി കുറയും. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസത്തിന് ശക്തി കുറയും. ബ്രഹ്മം പൂർണ്ണ വസ്തു ആയതുകൊണ്ട് ശ്രദ്ധ അതിൽ കേന്ദ്രീകരിച്ചാൽ ഭൗതിക വരം കണ്ട് അപ്പോൾ വന്നു. അതാണ് ഭഗവാനെ ഭഗവാനെ എല്ലാം കിട്ടുകയാണെങ്കിൽ എനിക്ക് എല്ലാം കിട്ടിക്കൊള്ളും. സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ ഭഗവാന്റെ ആണല്ലോ. അപ്പൊ നമുക്ക് ഭഗവാനെ മാത്രം നമ്മൾ കാക്ഷിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വന്ന് ചേർന്ന് കൊള്ളും നാച്ചുറലായിട്ട്. നമ്മൾ അതിനുവേണ്ടി കാക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഭൗതിക ഫലേച്ഛ മാറ്റി നിർത്തിയാൽ മാത്രമേ മോക്ഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തദോച്ചാരണം അതിന് നമ്മളെ സഹായിക്കും. പ്രാപഞ്ചിക സങ്കല്പത്തിന് അൽപ്പുറമുള്ള വസ്തുവാണ് ബ്രഹ്മം എന്നാണ് തത് കൊണ്ട് പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ സദാ തത്പദം സ്മരിച്ച് സങ്കല്പരഹിതമായ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ജീവിത കർമ്മചലനങ്ങളെ പാകപ്പെടുത്തുന്ന ആർക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്? സദാസമയം ഈ തത് ചിന്തയോട്, തത് എന്ന് വെച്ചാൽ ഭഗവാൻ, തത്വം, തം എന്ന് വെച്ചാൽ നമ്മള്, തത് എന്ന് വെച്ചാൽ ഭഗവാൻ, അത് ബ്രഹ്മം. അപ്പൊ ആ ബ്രഹ്മചിന്തയോടുകൂടി ഏത് കർമ്മം സർവാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് എന്തൊക്കെ പോരായ്മകൾ അയാളുടെ കർമ്മങ്ങളിൽ വന്നു പോയാലും അത് സാരമില്ല, അത് ഭഗവാൻ അത് മൈൻഡ് ചെയ്യില്ല. കാരണം അചിരേണ സാധ്യ ശ്രദ്ധയാണ് വരുന്നത്. അപ്പം ബ്രഹ്മപ്രാപ്തി സാധ്യമായി തീരും. സത്പദ താല്പര്യമാണ്. ഇനി അടുത്തത് സത്ത് എന്നുള്ള പദം. ഓം തത് സത് എന്നല്ലേ. സങ്കല്പരഹിതമായ കേവല സത്തയാണ് ബ്രഹ്മം എന്നറിയിപ്പിക്കുന്നതാണ് സത്ത്. നമ്മൾ ഭഗവാനെ സത്വാണല്ലോ പറയുന്നത്, സത്ത് അല്ലേ. അപ്പോ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ ശബ്ദ പാർത്ഥായുജ്യതേ. സദ്ഭാവേ, സദ്ഭാവം എന്ന് വെച്ചാൽ സങ്കല്പരഹിതമായ ഭാവത്തോടു കൂടി, ബ്രഹ്മമാണ് സർവവുമെന്ന ഭാവത്തോടുകൂടി. സാധുഭാവേ, കർമ്മം വേണ്ട പോലെ സത്യമാർഗം തെളിയിപ്പിക്കണം എന്നുള്ള ഭാവനയോടുകൂടി ചെയ്യണം. അങ്ങനെ സത് ഇതി ഏതേ, മന്ത്രത്തിലെ സത് എന്ന പദം യുജ്യതേ, ഉച്ചരിക്കപ്പെടുന്നു. ഈ ഭാവത്തോടു കൂടിയാണ് ഈ ഓം തത് സത് എന്ന മന്ത്രത്തിലെ തത്തിനെ പറ്റി പറഞ്ഞു. ഇനി സത്തിനെ പറ്റി പറയാണ്. അല്ലയോ അർജുന, സങ്കല്പരഹിതമായ കേവല സത്തയാണ് ബ്രഹ്മം എന്ന് ഓർപ്പിപ്പിക്കാനും കർമ്മം വേണ്ട പോലെ സത്യമാർഗം തെളിയിക്കണമെന്ന് ഭാവന ചെയ്യുവാനുമാണ് മന്ത്രത്തിലെ സത് എന്ന പദം ഉച്ചരിക്കുന്നത്. അല്ലയോ അർജുന, അതുപോലെ തന്നെ സത്യാധിഷ്ഠിതമായ മംഗളകർമ്മം അനുഷ്ഠിക്കുമ്പോഴും സത് എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ നല്ല പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്തും സത്ത് എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാം. സത്തിന്റെ പദ താല്പര്യം, സത്ത് എന്ന പദത്തിന്റെ താല്പര്യം എന്താണ്?
ശുദ്ധമായ കേവല സത്തയാണ് തത് എന്ന പദത്തിന്റെ താല്പര്യം. സങ്കല്പരഹിതമായ സത്തയാണ് ശുദ്ധ സത്ത. അതായത് നിത്യവും നിലനിൽക്കുന്ന നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടായതല്ല അത്, അതെന്നും അവിടെ ഉള്ളതാണ്, നിത്യമാണത്. സത്ത എന്ന് പറഞ്ഞാൽ ഉണ്മയുടെ അനുഭവം എന്നാണ് അർത്ഥം. ഉണ്മ എന്ന് വെച്ചാൽ സത്ത്. സങ്കല്പരഹിതമായ ഉണ്മയുടെ അനുഭവം കേവല ബോധത്തിൽ മാത്രമേ സാധ്യമാകൂ എന്ന് പറയാം. അതായത് നമുക്ക് നമ്മുടെ ഈ സാധാരണ ബോധത്തിൽ നമുക്കത് തെളിഞ്ഞു വരില്ല. കേവല ബോധം എന്ന് പറയുന്നത് നമ്മൾ സാധനയിലൂടെ നമ്മൾ ആ ഒരു സമാധി അവസ്ഥയിൽ എത്തണം. ആ കേവല ബോധത്തെ പറ്റിയുള്ള ജ്ഞാനം നമുക്കുണ്ടാവണം. അപ്പം മാത്രമേ നമ്മൾ ഈ സത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കേവല ബോധാനുഭവം എന്ന് വെച്ചാൽ മോക്ഷാനുഭവമാണ്, ബ്രഹ്മാനുഭവമാണ്. മോക്ഷം കൊതിക്കുന്നവർ പ്രപഞ്ചത്തെ ബ്രഹ്മമായി ഭാവന ചെയ്തും ഫലകാംക്ഷ വെടിഞ്ഞും എത്തിച്ചേരേണ്ട ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സത്ത് എന്ന പദം. അത് തന്നെയാണ് സദ്ഭാവം. ഈ സദ്ഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് സത്പദത്തിന് താൽക്കാലികമായിട്ട് ചില താല്പര്യങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. പരമകാരണമായ സത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്റെ ഏത് കർമ്മവും സത്യത്തോട് അടുപ്പിക്കണമേ എന്ന് ഭാവന ചെയ്തുകൊണ്ട് സത്പദം നമുക്ക് പ്രയോജനപ്പെടും. അതായത് ഈശ്വരോന്മുഖമാണ് സത്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ, ബ്രഹ്മം. ഈശ്വരോന്മുഖമാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളും ആയിത്തീരണേ എന്നുള്ള ഒരു ഭാവനയോടുകൂടി സത്പദം ഉച്ചരിച്ച് നമുക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ജീവിതത്തിലെ മംഗളകാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മന്ത്രത്തിന്റെ സത്പദം ഉപയോഗിച്ച് അതിനെ ഈശ്വരാർപ്പണമാക്കി തീർക്കാവുന്ന ഏത് കർമ്മവും നമുക്ക് ഈശ്വരാർപ്പണമാക്കി തീർക്കാവുന്നതാണ്. സത്പദത്തിന് വേറെയും ചില സ്മരണകളെ ഉളവാക്കുവാൻ കഴിയും. അതെന്താണെന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. സത്പദത്തിന് ഈശ്വരഭാവന നിലനിർത്താൻ കഴിയും, ബ്രഹ്മഭാവന നിലനിർത്താൻ കഴിയും, ഇതുവരെ പറഞ്ഞു. ഇനിയും വേറെ ചില ഭാവനകളും ഉണ്ടാക്കാൻ പറ്റും. അതെന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്തേവാഭിധീയതേ. യജ്ഞേ, യജ്ഞം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മം, യാഗാദി കർമ്മങ്ങളിലും, തപസ്, ദാനേ ദാനകർമ്മം, സ്ഥിതിച്ച നിഷ്ഠയോടുകൂടി വർത്തിക്കുന്നതും, സത് ഇതി സത്ത് എന്ന പദം കൊണ്ട് പറയപ്പെടുന്നതും, തദർത്ഥീയം ബ്രഹ്മപ്രാപ്തിയെ ലക്ഷ്യമാക്കി കൊണ്ട് മാത്രം ആചരിക്കുന്നതും ആയ കർമ്മം സത് ഇതി ഏവ സത്ത് എന്ന പദം കൊണ്ട് തന്നെ അഭിധീയതേ പറയപ്പെടുന്നു. അതായത് സത്ത് എന്നുള്ള പദം നമ്മൾ ഉച്ചരിക്കുമ്പം അത് ഭഗവാനാണ്, ബ്രഹ്മമാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. ഇപ്പൊ പറയാണ് എല്ലാ കർമ്മങ്ങളിലും, യാഗാദി കർമ്മങ്ങളിലും, തപസ്സിലും, ദാനകർമ്മത്തിലും നിഷ്ഠയോടുകൂടി വർത്തിക്കുന്ന ഏത് കാര്യത്തിലും സത്ത് എന്ന പദം കൊണ്ട് നമുക്ക് പറയാം. ബ്രഹ്മപ്രാപ്തി ലക്ഷ്യമാക്കി ആചരിക്കുന്ന ഏത് കർമ്മത്തിനും നമുക്ക് സത് എന്ന് പറയാം എന്നാണ് പറയുന്നത്. സത്പദ താല്പര്യം വിവരിക്കുന്ന 2 ശ്ലോകങ്ങളിൽ നിന്നും ബ്രഹ്മ മന്ത്രം സ്വാത്വിക ശ്രദ്ധയെ ലക്ഷ്യമാക്കിയുള്ള ഏത് കർമാനുഷ്ഠാനത്തിലും അംഗീകരിക്കാവുന്നതാണെന്ന് ഭഗവാൻ പറയുന്നത്. സാത്വികമായിട്ടുള്ള ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് സത്ത് എന്നുള്ള പദം ഉപയോഗിക്കാമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അത് യജ്ഞമാകട്ടെ, തപസ്സാവട്ടെ, ദാനമാകട്ടെ, ഏതും നിഷ്ഠയോടുകൂടി വർത്തിക്കണം. ഒന്നും ഒരു ദിവസം ചെയ്തു 2 ദിവസം ചെയ്തില്ല, അങ്ങനെ പറ്റില്ല. കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണം. അങ്ങനെ തൻ്റെ നിഷ്ഠയെ പിന്നെ പ്രകടമാക്കുവാനും സത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. മന്ത്രത്തിലെ സത്പദമാണ് ആ നിഷ്ഠയെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത്. ബ്രഹ്മപ്രാപ്തിയെ പ്രത്യേകം ലക്ഷ്യമാക്കി അനുഷ്ഠിക്കുന്ന യമനിമാതി യോഗ അനുഷ്ഠാനങ്ങളും അർച്ചന തർച്ച എല്ലാം, തന്ത്രം മന്ത്രം എല്ലാത്തിനും ഈ സത്ത് എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ബ്രഹ്മഭാവനയെ സഹായിക്കാൻ മന്ത്രോച്ചാരണം എന്ന നല്ലപോലെ ഓർക്കണം. മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഭൗതികമായ ഒരു കാര്യവും നേടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മന്ത്രം ഉച്ചരിക്കുന്നത്. മന്ത്രം ഉച്ചരിക്കുന്നത് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി, അതായത് ഭഗവാനെ കിട്ടുവാൻ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണെന്ന് എല്ലാ സമയത്തും നമ്മൾ ഓർക്കണം. ഭാവന കൂടാതെ യാന്ത്രികമായ മന്ത്രോച്ചാരണം, അതായത് നമ്മള് സങ്കല്പം വേണം. നമുക്ക് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാന്റെ രൂപവും ഭാവവും നാമവും എല്ലാം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജപധ്യാനങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അതാണ് സങ്കല്പം എന്ന് പറഞ്ഞത്. സങ്കല്പമില്ലാതെ ചുമ്മാ നമ്മൾ മന്ത്രം വെച്ചോ ശിവായ 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 ഇങ്ങനെ മന്ത്രം ജപിച്ചോണ്ടേ പോകും, മാലയിൽ ഇങ്ങനെ ജപിച്ചോണ്ടേ പോകും, ഒരു പ്രയോജനമില്ല. നമ്മുടെ സമയം നന്നായിട്ട് പോകുന്നു, ചിലവാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ
ബ്രഹ്മപ്രാപ്തി ലഭിക്കില്ല. ബ്രഹ്മപ്രാപ്തി ലഭിക്കണമെങ്കിൽ അത്രയധികം ഏകാഗ്രതയോടുകൂടി അനന്യഭക്തിയോടുകൂടി ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉദ്ദേശശുദ്ധി നേടിത്തരണമെന്നുണ്ടെങ്കിൽ അത്രയധികം ശ്രദ്ധ വേണം, സത്യമായ ശ്രദ്ധ വേണം. യാന്ത്രികമായിട്ട് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ ചിലര് പറയില്ലേ, ചിലര് പെട്ടെന്ന് ഒരു നാമം ചൊല്ലിയപ്പോൾ, ഭഗവാന്റെ നാമം പറഞ്ഞപ്പോഴത്തേക്കും, വിഷ്ണു സഹസ്രനാമം പറഞ്ഞപ്പോഴത്തേക്കും അസുഖം മാറി. വിഷ്ണു സഹസ്രനാമം നമ്മുടെ പിന്നെ എണീറ്റ് നടക്കാൻ വയ്യായിരുന്നു നമ്മുടെ വില്ലമംഗല സ്വാമി, അല്ല വില്ലമംഗലല്ലോ, നമ്മുടെ നാരായണ ഭട്ടതിരി സ്വാമി 100 ശ്ലോകം ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഓടി നടന്നു തുടങ്ങി. അതെന്താ കാരണം? അദ്ദേഹത്തിന്റെ ശ്രദ്ധയാണ് അതിന് കാരണം. നമ്മൾക്ക് ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നാരായണൻ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അസുഖം മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറുമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ യാന്ത്രികമായിട്ട് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഏത് കാര്യം, ഒരു നാമവും ശ്രദ്ധയോടെ പറയുകയാണെങ്കിൽ, മരാ 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 എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷി വലിയ യോഗിയായി മാറി. രത്നാകരൻ എന്നുള്ള മഹാകള്ളൻ മഹായോഗിയായിട്ട് മാറി. ആദ്യമേ മാനിഷാദ, ആദ്യമേ വായിന്ന് വന്നത് സംസ്കൃത ശ്ലോകമാണ് ആദ്യം ഉച്ചരിച്ചത്. അതെന്തുകൊണ്ടാണ്? അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അത്രയധികം ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതുവരെയുള്ള വിവരണം കൊണ്ട് കർമ്മം എന്താണെന്നും എന്ത് തന്നെയാണെങ്കിലും അത് സാത്വിക ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്നും, സത്യമാർഗം തെളിയണമെങ്കിൽ അത് മാത്രമേ ഒരു ഉപായം ഉള്ളൂ എന്നുമാണ് ഭഗവാൻ ഇവിടെ നമുക്ക് സ്പഷ്ടമാക്കി തന്നത്. ഈ ഭഗവാൻ അടുത്ത 28ാമത്തെ ശ്ലോകത്തിലൂടെ ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. അതായത് ശ്രദ്ധാത്രയ വിഭാഗ യോഗം. നമുക്ക് എല്ലാ കാര്യങ്ങളും മൂന്നായിട്ട് വിഭജിച്ചുകൊണ്ട്, ത്രയാന്ന് വെച്ചാൽ 3, എല്ലാ കാര്യങ്ങളെയും 3ആയിട്ട് വിഭജിച്ചുകൊണ്ട് അതിലെങ്ങനെ സത്വം വരുത്താം, രജസ്സാവും, എങ്ങനെ തമസ്സാവും എന്നൊക്കെ ഭഗവാൻ വിസ്തരിച്ചാണ് അർജുനന്, അതായത് നമ്മളായ അർജുനന്മാർക്ക് പറഞ്ഞു തന്നത്. മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കടമയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്പിതം കൃതം ചെയ്ത് അസദിത്യുച്യതേ പാർത്ഥ നച തത്പ്രേത്യനോ ഇഹ. പാർത്ഥ, അല്ലയോ അർജുന, പൃഥ്വിയുടെ പുത്രൻ, അതാണ് പാർത്ഥൻ. അശ്രദ്ധയാ, പൃഥയുടെ പുത്രനാണ്. പൃഥ എന്നാണ് കുന്തി ദേവിയുടെ ആദ്യത്തെ പേര്. കുന്തിഭോജന്റെ കൊച്ചുമ്മന് വളർത്തുപുത്രയായിട്ട് വളർന്നവനാണ് കുന്തി എന്നുള്ള പേര് കിട്ടിയത്. നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പൃഥ എന്ന് പറഞ്ഞ പൃഥയുടെ മകനായതുകൊണ്ട് പാർത്ഥൻ. പൃഥ്വിയുടെ പേരും പൃഥയാണ്. പൃഥ്വി, എല്ലാവരും നമ്മളൊക്കെ പാർത്ഥന്മാരാണ്. കാരണം നമ്മളെല്ലാവരും, ആരുമില്ല പൃഥ്വിയിൽ നിന്ന് ജനിക്കാത്തവർ. ഈശ്വരൻ അല്ല, ഭൂമിയില്ലാതെ പൃഥ്വിയില്ലാതെ ജന്മമില്ല. അതുകൊണ്ടും പാർത്ഥ എന്ന് വിളിക്കാം. അപ്പം അശ്രദ്ധയാ, സത്യദർശനത്തിനുതകുന്ന സാത്വിക ശ്രദ്ധ ഇല്ലാതെ അശ്രദ്ധയോടുകൂടി ഹുതം ചെയ്യുന്ന ഹോമം, ദത്തം, ദാനം, തപം, തപസ് എന്ത് ചെയ്താലും അസത്ത് അസത്തായി തീരും. അത് സത്തിലാണല്ലോ നിൽക്കേണ്ടത്. അതിന് പകരം ശ്രദ്ധയില്ലാതെയാണ് നമ്മൾ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവാൻ പറയണത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സമേതേന്ദ്രിയ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. താല്പര്യം വേണം, ഇന്ദ്രിയ നിഗ്രഹം വേണം, അതിൻ്റെ കൂടെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അസത് കർമ്മം ഇവിടം വിട്ട് പരലോകത്തിലെത്തിയാലും ഉപകരിക്കില്ല. അതായത്, അല്ലയോ അർജുന, സത്യദർശനത്തിനെത്തുന്ന സാത്വികീ ശ്രദ്ധയെ അംഗീകരിക്കാതെ ഹോമം, ദാനം, അതായത് നമ്മൾ രാജസികമായിട്ടോ താമസികമായിട്ടോ ചെയ്യുന്ന ഏത് കർമ്മവും, തപസ്സായിക്കോട്ടെ, ആരാധന ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, വഴിപാടായിക്കോട്ടെ, തീർത്ഥയാത്ര ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിഷ്ഫലം എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം അസത്ത്, നിഷ്ഫലം എന്ന് മാത്രമല്ല, അതിനെ അസത്ത് എന്ന് പറയും. എന്നിട്ട് അസത്ത് കർമ്മം ഇവിടെ വിട്ട് പരലോകത്തിലെത്തിയാലും സത്കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് ഭൂമി വിട്ട് പോകുമ്പോൾ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ, ഭഗവാനെ കിട്ടുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ പരലോകത്തിലെത്തിയാൽ പോലും അസത്താണ്. അസത് കർമ്മം കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറയണത്. സദാചാര നിയമങ്ങളെ കുറിച്ച് വിവിധ ദേശക്കാരുടെയിലും മതക്കാരുടെയിലും അഭിപ്രായ ഭേദങ്ങൾ കാണുന്നുണ്ട്. ഗീതയിലെ 17ാമത്തെ അധ്യായം വ്യക്തമായി അതായത് ഈ ശ്രദ്ധാത്രയ വിഭാഗ യോഗം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക്
സദാചാരത്തിന്റെ കാതലായ അംശം കണ്ടെത്താൻ കഴിയും. ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സത്തിനോട് അടുപ്പിക്കുന്നത് സദാചാരം. സത്തിനോട് അടുപ്പിക്കുന്നത് എന്തോ? സത്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ. ഈശ്വരനോട് അടുപ്പിക്കുന്നത് എന്തോ? അതാണ് സദാചാരം. സത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് അസദാചാരം. അത് ഒരു ആചാരത്തെ അഥവാ കർമ്മത്തെ സത്തോ അസത്തോ ആക്കി തീർക്കുന്ന ഘടകം മുഖ്യമായും അതിന്റെ ബാഹ്യരൂപം അല്ല. ഏതു തരം ശ്രദ്ധയോടുകൂടി, അതായത് പുറമേ കാണിക്കുന്ന പിന്നെ ഷോ ഒന്നുമല്ല ഒരു കർമ്മത്തെ അസത്തോ സത്തോ ആക്കി തീർക്കുന്നത്. പിന്നെ എന്താണ് അത് ആചരിക്കുന്നത്? എങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടി? സാത്വിക ശ്രദ്ധയാണോ, താമസ ശ്രദ്ധയാണോ, രാജസ ശ്രദ്ധയാണോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് താമസമോ രാജസികമോ ആണെങ്കിൽ പ്രയോജനമില്ല, നിഷ്പ്രയോജനം. അത് അസദാചാരമാണ്, സദാചാരം ആവില്ല. അർജുനന്റെ തൽക്കാല കർമ്മമായ യുദ്ധം ബാഹ്യരൂപത്തിൽ നോക്കിയാൽ ഭയാനകമാണ് അല്ലെ? എല്ലാവരെയും കൊല്ലണം, അങ്ങനെയുള്ളൊരു ഭയാനകമാണ്, എത്ര തരത്തിലുള്ള ദുഃഖം വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ സാത്വിക ശ്രദ്ധയോടുകൂടി അത് താമസികമോ രാജസികമായ സങ്കല്പങ്ങളെയൊക്കെ വെടിഞ്ഞുകൊണ്ട് എന്റെ സ്വധർമ്മമാണ് ധർമ്മ സംരക്ഷണം, അതിനെ ഞാൻ രാജാവായ എന്റെ കർത്തവ്യമാണ്, എന്റെ സ്വധർമ്മമാണ് എന്ന സാത്വിക ശ്രദ്ധയോടുകൂടി സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ കൂടി അർജുനന് ചിത്തശുദ്ധി ഉണ്ടായി സത്തിനെ സമീപിക്കാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അതല്ല, ഫലകാംക്ഷയോടുകൂടി അഹംഭാവപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അസദാചാരമായി മാറും. ദുര്യോധനൊക്കെ ചെയ്തിരുന്ന അങ്ങനെയാണ്. അഹങ്കാരത്തോടുകൂടി അധികാരത്തിനും പദവിക്കും വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തത്. അർജുനൻ പറഞ്ഞു, എന്റെ സ്വാമി എനിക്കിതൊന്നുമേ വേണ്ട, എനിക്ക് ഈ ഭൂലോകം മുഴുവൻ തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പൊ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അർജുനന്റെ യുദ്ധം പോലും ഭഗവാൻ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, അങ്ങനെ അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അസദാചാരമായിട്ട് മാറും. ഇഹലോകത്തും പരലോകത്തും അത് ദുഃഖമുണ്ടാക്കും. ഈ ശ്ലോകത്തിലെ ശ്രദ്ധ സാത്വിക ശ്രദ്ധയാണ്. ഭഗവാൻ ഇവിടെ ഈ ശ്ലോകങ്ങളിലൊക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞത് താമസിനെയും രജസിനെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സാത്വിക ശ്രദ്ധയെ പറ്റി മാത്രമാണ് പറയുന്നത്. അശ്രദ്ധ രാജസിയും താമസിയുമാണ്. അശ്രദ്ധ എന്ന് പറയുന്നതാണ് രാജസിയും താമസിയുമായ ശ്രദ്ധ. അശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന കർമ്മം ദാനയജ്ഞാതി കർമ്മങ്ങളായാൽ പോലും അസത് കർമ്മമാണ്, അഥവാ അസദാചാരമാണ്, അസദാചാരമല്ല. പരലോകത്തത് നരകാനുഭവത്തിനിടയാക്കും, അല്ലെങ്കിൽ ആസുര ജന്മങ്ങൾക്ക് വഴിതെളിക്കും. ഇഹലോകത്തിൽ അഹങ്കാരവും ഫലചിന്തയും വളർത്തി അത് ക്ലേശിപ്പിക്കും. അപ്പോൾ കർമ്മത്തിന്റെ ബാഹ്യരൂപത്തെക്കാളും നമ്മൾ പുറമേക്ക് കാണിക്കുന്ന കോപ്പുകൾ ഒന്നുമല്ല കാര്യം. മനസ്സെന്താണോ, ചിത്തശുദ്ധിയോടുകൂടിയാണോ, അത് ഉൾക്കൊള്ളുന്ന ശ്രദ്ധയാണ്, അതിന്റെ വിശ്വാസമാണ് പ്രധാനം. സ്വാത്വിക ശ്രദ്ധയാണെങ്കിൽ ഒരിക്കലും അധർമ്മത്തിന് പ്രേരിപ്പിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഭഗവാൻ ഈ അധ്യായം സംക്ഷേപിക്കുകയാണ്, ഉപസംഹരിച്ചു. അപ്പൊ നമുക്കും അത് ഉപസംഹരിക്കാം. സത്യദർശികളുടെ വാക്കായ ശാസ്ത്രത്തെ ആദരിച്ചു വേണം കർമ്മം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ 16-ാമത്തെ അധ്യായം, അതായത് പിന്നെ എന്തായിരുന്നു, ദൈവാസുര സമ്പത്തി ഭോഗം, അത് നിർത്തിയത്. സത്യദർശികളുടെ വാക്കുകളെ അനുസരിക്കണം. സത്യദർശികൾ ആരാണ്? ഈശ്വരദർശികൾ, ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാപുരുഷന്മാർ. അവരുടെ വാക്കുകളെ അനുസരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ശാസ്ത്രവിധി അറിയാതെ കർമ്മരകത്ത് വർത്തിച്ചാൽ സ്ഥിതി എന്താകുമെന്നാണ് അർജുനനപ്പ ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ ഗുണഭേദമനുസരിച്ച് സ്വാഭാവികമായി മൂന്നായി പിരിന്ന ഈ ശ്രദ്ധാ വിഭാഗത്തെ പറ്റി പറഞ്ഞത്. ഗുണഭേദമനുസരിച്ച് സാത്വികം, രാജസികം, താമസികം എന്ന 3 ഗുണങ്ങളിൽ പെടുന്ന എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ശ്രദ്ധകളെ പറ്റിയും 3 വിഭാഗങ്ങളാക്കിക്കൊണ്ട് എല്ലാത്തിനെ പറ്റിയും ഭഗവാൻ വിസ്തരിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് മണ്ഡലത്തെ സമാശ്രയിക്കുന്നു എന്നനുസരിച്ച് നമ്മുടെ ശ്രദ്ധ മാറി വരും. അതായത് സാത്വികമാണെങ്കിൽ, രാജസികമാണെങ്കിൽ, താമസികമാണെങ്കിൽ എന്താണോ നമ്മുടെ ശ്രദ്ധ, അതനുസരിച്ച് നമ്മുടെ ശ്രദ്ധ വിശ്വാസം മാറി മാറി വരും. ഏതായാലും പുരുഷൻ ശ്രദ്ധാമയനാണ്. ആരെന്ത് ശ്രദ്ധിക്കുന്നോ അവനതായി ഭവിക്കും. യദ്ഭാവം തദ്ഭവതി. ഒരുവന്റെ ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ. ശ്രദ്ധ സാത്വികി, രാജസി, താമസി എന്ന 3ആയി പിരിയുന്നു. ഈശ്വര സങ്കല്പത്തിൽ പോലും ശ്രദ്ധ സ്വാധീനം ചെലുത്തുന്നു. സ്വാത്വിക ശ്രദ്ധയുള്ളവർ സത്വഗുണ പ്രധാനന്മാരായ ഈശ്വരന്മാരെ ഭജനത്തിന് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ
അതായത് സാത്വിക ഗുണമുള്ളവർ എന്ത് ചെയ്യും? മഹാവിഷ്ണുവിനെയൊക്കെ പോലെ, മഹാവിഷ്ണു മഹാദേവനെയൊക്കെ പോലെ, സാത്വിക പ്രധാനികളായ മഹാലക്ഷ്മിയൊക്കെ പോലെ സാത്വിക പ്രധാനികളായ ഈശ്വര രൂപങ്ങളെ ആരാധിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ രജോ ഗുണികളും തമോ ഗുണികളും എന്ത് വയ്ക്കും? അവരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഈശ്വര ദേവതന്മാരെ, യക്ഷന്മാരെയും ദേവന്മാരെയും അല്ലെങ്കിൽ പിശാചുക്കളെയും കുട്ടിച്ചാത്തന്മാരെയും ഒക്കെ പൂജിക്കും. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. ദേഹത്തെയും മനസ്സിനെയും അത്യന്തം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ് ആസുരമാണ്. ആഹാരം, യജ്ഞം, തപസ്, ദാനം എന്നിവയിലെല്ലാം ശ്രദ്ധാഭേദമനുസരിച്ച് സാത്വികം, രാജസം, താമസം എന്ന മൂന്നായി പിരിയുന്നു. അത് നമ്മൾ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു. തപസ് ശാരീരികം, വാഗ്മയം, മാനസികം എന്ന 3 വിധമുണ്ട്. ആത്മസാക്ഷാത്കാരത്തിന് അടിയുറച്ച വിശ്വസിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഈ 3 വിധ തപസ്സും, ത്രിവിധ തപസ്, ശാരീരികം, മാനസികം, വാഗ്മയ തപസ്, ഇത് 3ഉം സാത്വികഭാവം കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അഹങ്കാരവും മോഹവും വന്നു പോയാൽ ഈ തപസ്സൊക്കെ എന്താവും? രാജസീയവും താമസികവുമായിട്ട് മാറും. അതുകൊണ്ട് അതിനെ അധപ്പതിപ്പിക്കുകയും ചെയ്യും. തപസ് നമ്മളെ അധപ്പതിപ്പിക്കും. അതുപോലെ തന്നെയാണ് ദാനവും. സാത്വിക ദാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സൽക്കാരത്തോടുകൂടി, വിശാലമായിട്ട്, വളരെ നല്ല മനസ്സോടുകൂടി, വളരെ വിനയത്തോടുകൂടി, ആ ഒരു ഈശ്വരനാണ് നമ്മൾ നൽകുന്നത് എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഏത് ദാനവും നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പറയാണ്, ഓം തത് സത് എന്ന ബ്രഹ്മമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് സദാ ബ്രഹ്മഭാവന നിലനിർത്തി കർമ്മരംഗത്ത് നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ സാത്വിക ശ്രദ്ധയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. സാത്വിക ശ്രദ്ധയാണ് സദാചാരത്തിന്റെ പ്രധാന ഘടകം. അതില്ലാതെ ചെയ്യുന്ന എല്ലാം അസത്താണ്. അസത് കർമ്മം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരം ചെയ്യുന്നതല്ല. അതുകൊണ്ട് സത്യത്തോട് അടുക്കുവാൻ കൊതിക്കുന്നയാൾ, അതായത് ഈശ്വരനോട് അടുക്കുവാൻ കൊതിക്കുന്ന ആൾ സാത്വിക ശ്രദ്ധ വളർത്തി എപ്പോഴും സദാചാര തൽപരനായി കഴിയേണ്ടതാണ്. എത്ര ശ്രദ്ധയോടെ കഴിയണം. അതിനാണ് സ്വാമി നമുക്ക് വാച്ച് വേർഡ് തന്നത്. വാച്ച് യുവർ വേർഡ്സ്, വാച്ച് യുവർ ആക്ഷൻസ്, വാച്ച് യുവർ തോട്ട്സ്, വാച്ച് യുവർ ക്യാരക്ടർ ആൻഡ് വാച്ച് യുവർ ഹാർട്ട്. ഈ 5 ഭാഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സാത്വിക ശ്രദ്ധ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും നമുക്ക് ജാഗ്രതയാണ്. എന്ത് പറയണു, എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ പൂജ ചെയ്യുന്നു, എങ്ങനെ വർത്തമാനം പറയുന്നു, എല്ലാ കാര്യത്തിലും എങ്ങനെ ചിന്തിക്കുന്നു എന്ന കാര്യത്തിൽ, എങ്ങനെ നമ്മുടെ ഹൃദയം പ്രതികരിക്കുന്നു, എല്ലാ കാര്യത്തിലും ഭഗവാൻ നമ്മളോട് ജാഗ്രത പുലർത്താനാണ് പറയുന്നത്. വാച്ച് യുവർ വേർഡ്സ്, ആക്ഷൻസ്, തോട്ട്സ്, പിന്നെ എന്താണ്, ക്യാരക്ടർ ആൻഡ് ഹാർട്ട്. എപ്പോഴും ശ്രദ്ധയോടെ നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്തുണ്ടാവും? നമുക്ക് സദാചാരത്തിലേക്ക്, സത്യത്തിലേക്ക് നടന്ന് കടയാൻ പറ്റും. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരനിലാണ് എത്തിക്കാൻ പോണതെന്ന്. അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സദാചാര തൽപരനായി നമ്മൾ കഴിയേണ്ടതാണ്. ശ്രദ്ധയെ 3ആയി വിഭജിച്ച് വിശകലനം ചെയ്ത് കാണിച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണാർപ്പണമസ്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.